എസ് ശബരിമലയുമായി ബന്ധപ്പെട്ട് തന്നെ മറ്റൊരു അപ്ഡേറ്റ്സ് കൂടി വരുന്നുണ്ട്. യുവതി പ്രവേശനത്തിൽ സർക്കാരിൻ്റെ നിലപാടില്ലായ്മയാണ് സുപ്രീം കോടതിയിൽ വ്യക്തമായതെന്ന് ശബരിമല കർമ്മസമിതി ജനറൽ കൺവീനർ SGR കുമാർ. പല കാലങ്ങളിലായി സർക്കാർ നിലപാടുകളിൽ മാറ്റം വരുത്തുന്നത് കോടതി അംഗീകരിക്കില്ല. യുവതി പ്രവേശനത്തിൽ സർക്കാർ എന്ത് നിലപാട് സ്വീകരിച്ചാലും സുപ്രീം കോടതി വിധിയെ അത് ബാധിക്കില്ലെന്നും SGR കുമാർ ജനം ടിവിയോട് പ്രതികരിച്ചു. സർക്കാർ എന്തുകൊണ്ടാണ് യുവതി പ്രവേശനത്തിന് അനുകൂലമായിട്ട് നിലപാടെടുക്കുകയും കൂടാതെ സുപ്രീം കോടതി ഒരു ജഡ്ജ്മെൻറ്റ് വന്നു എന്ന് പറഞ്ഞിട്ട് അത് നടപ്പാക്കണമെന്ന് പോലും ആവശ്യപ്പെടാത്ത ഒരു കാര്യത്തിൽ നടപ്പാക്കാൻ ധൃതി പിടിച്ച് ചെയ്തതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഇവർ നട്ടൽ എവിടെ കൊണ്ട് പണയം വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ അനുവാദം കിട്ടിയാൽ മാത്രമേ ഇത് പണയത്തു നിന്ന് ഊരി അവർക്ക് സ്വന്തം നിലപാടെടുക്കാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ ഒരു കാരണവശാലും ഒരു സർക്കാർ ഇത്തരം ഒരു നിലപാടല്ല എടുക്കേണ്ടത്. ഒന്നിൽ എസ് പറയണം, അല്ലെ നോ പറയണം. ഇത് അവിടെയില്ല ഇവിടെയില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് തന്നെ ഒരു നിലപാടില്ലായ്മയാണ്. അതുകൊണ്ട് ഇന്ന് സർക്കാരിൻ്റെ നിലപാട് അറിയിച്ചു എന്നല്ല ഞാൻ കാണുന്നത്, സർക്കാരിൻ്റെ നിലപാടില്ലായ്മ അറിയിച്ചു എന്നാണ് ഞാൻ എന്നെ കാണുന്നത്. സർക്കാരിൻ്റെ ഏത് നിലപാടെടുത്താലും ഒരു കാരണവശാലും കേസിനെ ബാധിക്കാൻ പോകുന്നില്ല. സർക്കാർ യുവതി പ്രവേശിപ്പിക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല. കാരണം സർക്കാരിന് ഇതിനകത്തൊരു സേയില്ല. ഒറ്റ കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. ഇപ്രാവശ്യം ഈ നിലപാടാണല്ലോ. മുമ്പ് കൃത്യമായിട്ട് പോയൊരു സർക്കാർ ഇതിന് അനുകൂലമായിട്ട് നിന്ന് നമുക്കൊക്കെ അറിയാം. പക്ഷേ അതുകൊണ്ട് എന്തെങ്കിലും സംഭവിച്ചോ? നമ്മൾ റിവ്യൂ പെറ്റീഷൻ, റെഡ് പെറ്റീഷൻ കൊടുത്തപ്പോൾ കോടതി അംഗീകരിച്ചില്ലേ? അവസാനം സർക്കാരിന് തന്നെ അത് മാറ്റി പറയേണ്ടി വന്നില്ലേ? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? സർക്കാരിൻ്റെ നിലപാട് കോടതിയുടെ മുന്നിൽ ഒന്നുമല്ല. ജിജീഷ് കരുണാകരൻ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. ജിജീഷ്, എന്തായാലും ഹൈന്ദവ സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു വളരെ പ്രസക്തമായ കാര്യം, ഈ സർക്കാർ എന്തു പറഞ്ഞാലും അതൊന്നും കോടതിയിൽ ബാധകമാകുന്നില്ല എന്നുള്ളതാണ്. കാരണം SGR കുമാർ എടുത്തു പറയുന്നു, മുൻപ് സർക്കാർ അവിടെ യുവതീ പ്രവേശനം നടത്തണമെന്ന് പറഞ്ഞിട്ടും അത് ഹൈന്ദവ സംഘടനകളും വിശ്വാസികളും അനുവദിച്ചിരുന്നില്ല. ഒടുവിൽ കോടതിയും ആ റിവ്യൂ ഹർജികൾ എടുക്കുകയാണ് ചെയ്തത്. അതിനാൽ സർക്കാരിൻ്റെ നിലപാടില്ലായ്മ അതുതന്നെയാണല്ലോ ഈ ഘട്ടത്തിൽ VHP ആണെങ്കിലും ശബരിമല കർമ്മസമിതി ആണെങ്കിലും ഹിന്ദു ഐക്യവേദി ആണെങ്കിലും ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. ജിജീഷ്, ഗൗതം, SGR കുമാർ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഒരു ഘട്ടത്തിലും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തമായ നിലപാട് സ്വീകരിക്കാൻ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കഴിയുന്ന, സർക്കാരാണെങ്കിലും ദേവസ്വം ബോർഡ് ആണെങ്കിലും എല്ലാം തന്നെ ഇക്കാര്യത്തിൽ പല ഘട്ടങ്ങളിലും മലക്കം മറിയുന്ന ഒരു നിലപാട് ആവർത്തിച്ചുകൊണ്ട് തങ്ങളുടെ മുൻ നിലപാടുകൾ മാറ്റുന്നു, പുതിയതൊന്ന് പറയുന്നു എന്ന രീതിയിലേക്ക് സ്ഥിരതയില്ലായ്മ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വഭാവം. സർക്കാരിൻ്റെയും ഒപ്പം തന്നെ ദേവസ്വം ബോർഡും എല്ലാം ശബരിമല വിഷയത്തിൽ പുലർത്തുന്നത് അതുതന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്ന സത്യവാങ്മൂലത്തിലും വളരെ വ്യക്തമായി തന്നെ പറയുന്നത്. അത് സത്യവാങ്മൂലം എന്ന് പോലും പറയാൻ പറ്റില്ല, എഴുതി നൽകിയ ചില വിവരങ്ങൾ എന്ന് മാത്രമാണ് എന്ന കാര്യമാണ് ശബരിമല കർമ്മസമിതിയും ഹിന്ദു ഐക്യവേദിയും അടക്കം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. അതിലാണ് ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് എന്താണ് സർക്കാരിൻ്റെ നിലപാട് എന്ന് സുപ്രീം കോടതി ചോദിച്ചപ്പോൾ 7 ചോദ്യങ്ങൾ അതിന് മറുപടി തേടിയപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുന്നത്, അത് മതപണ്ഡിതരുമായി ആലോചിക്കണം, അതായത് മതസ്ഥരുമായി ബന്ധപ്പെട്ട ആളുകളുമായി ആലോചിക്കണം, എന്നാൽ തങ്ങളുടെ അധികാരം അത് ഒരിക്കലും താഴേക്ക് പോകില്ല, ഈ ഒരു മതസ്വാതന്ത്ര്യം അടക്കമുള്ള കാര്യങ്ങളിൽ തങ്ങൾക്ക് ഇടപെടാനുള്ള അധികാരമുണ്ട് തുടങ്ങിയ വാദങ്ങൾ ഉന്നയിക്കുമ്പോൾ തന്നെ ഒരേ സമയം അത് ഏത് നിലയിലേക്കാണ് അല്ലെങ്കിൽ ഏത് നിലപാടിലാണ് സർക്കാർ നിൽക്കുന്നത് എന്ന് ഒരു ഘട്ടത്തിലും മനസ്സിലാക്കാത്ത വിധത്തിൽ പറഞ്ഞു പോകുന്നു പല കാര്യങ്ങളും എന്നത് തന്നെയാണ്. അതായത് കൃത്യമായി തന്നെ അതിൽ ഒറ്റവാക്ക് എന്ന് പറയുന്നത് SGR കുമാർ അദ്ദേഹം വ്യക്തമാക്കിയത് തന്നെയാണ്. നിലപാടില്ലായ്മയാണ് അവിടെ വ്യക്തമാക്കിയത്. സർക്കാർ ആവർത്തിച്ച് പറയുന്നുണ്ട്, വാർത്തകളിലടക്കം വരുന്നത് നിലപാട് വ്യക്തമാക്കി എന്നാണെങ്കിൽ ഒരു നിലപാടും പറയാനില്ലാത്ത സർക്കാർ സംവിധാനത്തെയും കൃത്യമായി തന്നെ, അതായത് ശബരിമലയിൽ യുവതീ പ്രവേശനം വേണമെന്ന് വാദിക്കുന്ന വിഭാഗത്തെ തൃപ്തിപ്പെടുത്താനുള്ള സർക്കാരിൻ്റെ താല്പര്യം അതിനിപ്പോഴും അവസാനിച്ചിട്ടില്ല. ആ താല്പര്യം ഇപ്പോഴും സർക്കാർ മുൻനിർത്തിക്കൊണ്ട് പോകുന്നു. തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം അടക്കം മുന്നിൽ കണ്ടുകൊണ്ട് ചില മലക്കം മറിച്ചിലുകൾ എന്നതിനപ്പുറം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ യാതൊരു ആത്മാർത്ഥതയുമില്ല. ഹൈന്ദവ വിശ്വാസങ്ങൾ, ആചാരങ്ങൾ അത് നിലനിർത്തി പോരുന്നതിലും അത് പാലിക്കുന്നതിലും ആചാര സംരക്ഷണ കാര്യത്തിലും സർക്കാരിന് ഇപ്പോഴും താല്പര്യമില്ല എന്ന് വ്യക്തമാക്കുന്നത് ാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ സർക്കാർ നൽകിയിരിക്കുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത്. മതസ്വാതന്ത്ര്യത്തിൽ ഇടപെടാനുള്ള അധികാരം അത് ഭരണഘടനാപരമായി തന്നെ ഉണ്ട് എന്നതടക്കമുള്ള വാദങ്ങൾ സർക്കാർ അവിടെ ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ആവശ്യമെങ്കിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ കഴിയുമെന്ന കാര്യങ്ങൾ തങ്ങളുടെ അധികാര പരിധിയിൽപ്പെട്ട വിഷയങ്ങളായിക്കൊണ്ട് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. അങ്ങനെ യുവതീ പ്രവേശനം വേണമോ വേണ്ടയോ എന്ന ചോദ്യം മാത്രമല്ല, അവിടെ ഏറ്റവും പ്രസക്തമായ കാര്യം ഇത് പരിഗണിക്കാൻ പോലും സുപ്രീം കോടതിക്കോ സർക്കാരിനോ എന്ത് അധികാരം എന്ന
ചോദ്യം അവിടെ പ്രസക്തമായി നിൽക്കുന്നു എന്ന കാര്യം തന്നെയാണ് ശബരിമല കർമ്മസമിതി ചൂണ്ടിക്കാണിക്കുന്നത്. SGR കുമാർ അടക്കമുള്ള നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം ഇവിടെ സുപ്രീം കോടതിക്ക് പോലും ഒരു മതസ്വാതന്ത്ര്യത്തിൽ ഇടപെട്ടുകൊണ്ട് ഒരു മതസ്ഥർ അവരുടെ ആചാരങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിൽ ഏതെങ്കിലും തരത്തിൽ അന്തിമ വിധി പറയാനോ വിധി പ്രസ്താവന നടത്താനോ ഒന്നും തന്നെ കഴിയില്ല എന്നിരിക്കെ എങ്ങനെയാണ് ഈ വാദങ്ങൾക്ക് പോലും പ്രസക്തി എന്ന കാര്യം, അതാണ് ഏറ്റവും പ്രധാനമായും ചർച്ച ചെയ്യേണ്ടത്. സർക്കാരിന് എങ്ങനെയാണ് ഇതിലൊരു അഭിപ്രായം പറയാൻ കഴിയുക? സർക്കാർ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അഭിപ്രായം പറഞ്ഞാൽ പോലും അത് എങ്ങനെ നിലനിൽക്കും? കാരണം അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു കഴിഞ്ഞു, യുവതി പ്രവേശനത്തിന് വേണ്ടി സർക്കാർ വാദിച്ച ഘട്ടത്തിൽ പോലും അവിടെ അത് നടപ്പിലാക്കിക്കാൻ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ, അത്തരം ആചാര ലംഘന കാര്യങ്ങൾ നടപ്പിലാക്കാതിരിക്കാനുള്ള ശക്തി, അതിനുള്ള ഒരു വലിയ മുന്നേറ്റം അതെല്ലാം തന്നെ ഹൈന്ദവ സംഘടനകൾക്കുണ്ട്. അത് ഹിന്ദു ഐക്യവേദിക്കാണെങ്കിലും ശബരിമല കർമ്മസമിതിക്കാണെങ്കിലും എല്ലാം തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഘട്ടത്തിലും അങ്ങനെ സർക്കാർ ഏതെങ്കിലും ഒരു നിലപാട് എടുത്തതുകൊണ്ടോ കോടതിയിൽ നിന്ന് ഏതെങ്കിലും ഒരു വിധി വന്നതുകൊണ്ടോ അതെല്ലാം മാറി മറിയുമെന്ന കാര്യം ഒരിക്കലും കർമ്മസമിതിയോ ഹൈന്ദവ വിശ്വാസികളോ പ്രതീക്ഷിക്കുന്നില്ല. അതിനെതിരായ പോരാട്ടം അത് ശക്തമായി തന്നെ മുന്നോട്ട് പോകും. അതുകൊണ്ട് തന്നെ വിധി എന്ത് എന്നത് അല്ലെങ്കിൽ സർക്കാർ എന്ത് പറയുന്നു എന്നത് ഒരു പ്രസക്തമായ കാര്യമേ അല്ല. എങ്കിൽ കൂടി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രസക്തമായ കാര്യമല്ലാതിരിക്കുമ്പോൾ പോലും സർക്കാർ എന്തിന് ഇക്കാര്യത്തിൽ പലപ്പോഴും പല ഘട്ടങ്ങളിലും മലക്കം മറിയുന്ന ഒരു സ്ഥിരതയില്ലാത്ത നിലപാടുകളിലേക്ക് പോകുന്നു? എന്തുകൊണ്ട് വ്യക്തമായി തന്നെ പറയാൻ സർക്കാരിന് കഴിയുന്നില്ല? ഒരു നിലപാടുമില്ല, ഒരു അഴകുഴമ്പൻ സമീപനമാണ് ഈ കാര്യത്തിൽ സർക്കാരിൻ്റെത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഒരു നിലപാടുമില്ല. പ്രസംഗിക്കുന്നത് വലിയ നിലപാടുകളെ പറ്റിയാണ്. നിലപാടില്ലായ്മയായിരിക്കും അവരുടെ നിലപാടെന്ന് തന്നെയാണ് പറയാനിരിക്കുന്നത്.